ഇതും നമ്മുടെ സ്ത്രീകളുടെ പ്രചോദനമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ആദ്യ മാത്രം സ്ത്രീകൾക്ക് പ്രചോദനം അങ്ങനെയൊക്കെ ശരിക്കും വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എന്നും വിമൻസ് ഡേ തന്നെയാണ്. എന്നും വിമൻസ് ഡേ അല്ല, എല്ലാം എപ്പോഴും വിമൻസ് ഡേ ആണ്. സ്ത്രീകളെ ബഹുമാനിക്കണം എല്ലാവരും. അതാണ് തിരിച്ച് പുരുഷന്മാരെയും ബഹുമാനിക്കും. അതെ, കറക്റ്റ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണം, സ്നേഹം വേണം. നമ്മളിപ്പോൾ പറയില്ലേ, സ്ത്രീകളായാൽ അല്ലെങ്കിൽ പുരുഷന്മാരായി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഏൺ ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം. അതിനേക്കാളും മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം, മനസ്സിലാക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. അതായിക്കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നേടാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മയെ കൊല്ലുന്നു, അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, മകനെ കൊല്ലുന്നു, മകളെ കൊല്ലുന്നു. എന്താ അതുപോലെ അത് വലിയ കാര്യങ്ങളോ? ഇതൊക്കെ ഉണ്ട്, വല്ലപ്പോഴും വരുള്ളൂ. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ ഫ്രീഡവും കൊടുക്കുന്നത് പുരുഷന്മാരാണ് എന്നൊരു ധാരണയാണ്. കൊടുക്കുന്ന പുരുഷന്മാരുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അല്ല, ഏതൊരു സ്ത്രീക്കും ആ സ്റ്റേറ്റ്മെന്റ് വരെ റോങ് ആണ്. ആർക്കും ആരും ഫ്രീഡം കൊടുക്കാൻ ആരും ഒന്നും അല്ല. എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. എല്ലാവരും അവൾ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യം. അല്ലെങ്കിൽ ഞാൻ നിനക്ക് നിന്നെ വിട്ടു വന്ന്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന പുരുഷന്മാർ വളരെ കുറച്ചാണ്. എനിക്കറിയില്ല, വളരെയധികം കൂടുതലാണ്. എനിക്ക് എന്റെ കാഴ്ചപ്പാട് വേറെ. അതെ, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെ കാഴ്ചപ്പാടുകൾ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. വഴക്കുണ്ടാക്കാറില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അത് അവിടെ വെച്ച് കട്ട് ചെയ്യും. അവൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ എന്തിനാ വെറുതെ അതിന്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്? മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ നല്ല കാര്യങ്ങൾ